ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ആമിയെ ട്യൂഷനൊക്കെ വിട്ടിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് പാർക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ട്യൂഷന് പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ പാർക്കിൽ വരുന്നത്. അപ്പോൾ അവൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ നടന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചെന്നൈയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നാളായി ഇവിടെ നടക്കാനായിട്ടൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെ നടക്കാൻ വരാനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ ആമിയെ വിളിക്കുന്നതിന് മുന്നേ തന്നെ വന്ന് ഇവിടെ കരിക്ക് മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്ര നമ്മൾ ഉദ്ദേശിച്ച നല്ല കരിക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് 2 കരിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി മേടിച്ച് കുടിച്ചു. പിന്നീട് വീട്ടിൽ ചെന്നിട്ട് വേറൊരു കരിക്ക് ഓർഡർ ചെയ്തിട്ടാണ് ആമിക്കുള്ളത് മേടിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ആമിയെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ കയറി ഇവിടെ നല്ല നാടൻ കറിവേപ്പില കിട്ടും. അപ്പോൾ അത് മേടിക്കാനാണ് വന്നത്. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും മാർക്കറ്റൊക്കെ തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, അതാണ് ഇവിടുത്തെ കറിവേപ്പില. നല്ല നാടൻ കറിവേപ്പില കിട്ടും. ഞങ്ങൾ ഇവിടുത്തെ കറിവേപ്പിലയാണ് മേടിക്കാറുള്ളത് കേട്ടോ. ഇത് അമ്പത്തൂർ മാർക്കറ്റാണ്. ഇവിടെ ഇതിനകത്ത് ഈ പച്ചക്കറി കടയുടെ ഇതിനടുത്ത് തന്നെ നമ്മുടെ കട എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഷോപ്പ് വന്നേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഹസ്ബൻഡ് പോയി സംസാരിച്ചപ്പോഴത്തേക്കും മലയാളികളുടെ കടയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആലപ്പുഴയിലുള്ള ആൾക്കാരാണ്. 2-3 പയ്യന്മാർ ചേർന്ന് നടത്തുന്ന കടയാണ്. അപ്പം അങ്ങനെ പോയി സംസാരിച്ചു. ഞങ്ങളൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാനൊന്നും കയറിയിട്ടൊന്നും ഇല്ല. ചെറിയൊരു കടയാണ്. നമുക്ക് പാഴ്സലായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. കൂടുതലും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത് കേട്ടോ. ഫാമിലിക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും സൗകര്യമില്ല. വളരെ ചെറിയൊരു കടയാണ്. നമുക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അതൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചു നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ഒന്നും മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ തന്നെ മാർക്കറ്റിലൊക്കെ ഒന്ന് നോക്കി ഒരു റൗണ്ടൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയി മീൻ മേടിക്കാനാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിയെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇന്ന് സൺഡേ ആയ കാരണം കൊണ്ട് മീനൊക്കെ വെക്കും. നിങ്ങൾക്ക് അറിയാലോ, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഞങ്ങൾ സൺഡേ ആണ് നോൺ വെജ് കൂടുതലും കഴിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് വന്നു. പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇനി വേണം കഴിക്കാനായിട്ട്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിക്കുന്നത്. ആമിക്കുള്ളത് രാവിലെ തന്നെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവളെ ട്യൂഷൻ വിടുന്നത്. അപ്പൊ ഇതിനിടയിൽ തന്നെ ഞാൻ എന്റെ വെയിൽ കണ്ടിട്ട് ആമിയുടെ യൂണിഫോം ഒക്കെ ഒന്ന് കഴുകി ഇടുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു സാറ്റർഡേയും കൂടെ ക്ലാസ് ഉള്ള കാരണം കൊണ്ട് മൺഡേയിലത്തെ യൂണിഫോം സ്പോർട്സ് യൂണിഫോമാണ്. അപ്പോൾ സാറ്റർഡേ തന്നെ സൺഡേ തന്നെ അത് കഴുകി ഇട്ടാലേ നന്നായിട്ട് ഉണങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നോടൊപ്പം ആമിയും കൂടി വന്നതാണ്. പിന്നെ കയ്യിൽ കഴുകുന്ന തുണികളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കഴുകുന്നത്. കാരണം ഈ ഒരു വൈറ്റ് തുണികളും പിന്നെ ഞാൻ പുറത്തിടുന്നത്, ഹസ്ബൻഡിന്റെ പുറത്തിടുന്നത്, ആമിയുടെ യൂണിഫോം, ഇതൊക്കെ കയ്യിലേ കഴുകാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മേലെ കൊണ്ടുവന്ന് വിരിച്ചു. പിന്നെ കുറച്ചു നേരം ചെടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ചെടികളെല്ലാം നന്നായിട്ട് കാട് പിടിച്ച് വളർന്ന് കിടക്കുവാണ്. അപ്പോൾ ഗാർഡനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മഴയായ കാരണം കൊണ്ട് ഒന്നും തന്നെ വൃത്തിയാക്കാനോ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു ദിവസം അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ട് ചെയ്യണം. ഹസ്ബൻഡും കൂടി ഉള്ള ദിവസം മാത്രമേ അത് ക്ലീൻ ചെയ്യാനും പറ്റുള്ളൂ. കാരണം കുറേ ചെടികൾ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ ഇഷ്ടംപോലെ ചെടികൾ ഇപ്പം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. ഞാനിവിടെ കുറേ ചെടികളൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. കുറേ പർപ്പിൾ ഹാർട്ടൊക്കെ ഒടിച്ചു കുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ 10 മണിയൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പൂച്ച കിടന്ന് കറങ്ങിയത് കണ്ട, ആ ഒരു ബ്ലാക്ക് കളർ പൂച്ച, അതിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അതിങ്ങനെ പ്രസവിച്ചിട്ട് അതിന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ പുറകിൽ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതാണ്, കുഞ്ഞിനെ തേടി നടക്കുന്നതാണ്. കുറേ ദിവസം ഞങ്ങൾ മെനക്കെട്ടിട്ടാണ് അതിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. കാരണം നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പൂച്ച വന്ന് കിടന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇതിനെയൊക്കെ അങ്ങനെ വളർത്തുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. കാരണം ഭയങ്കര പേടിയാണ്. ഒന്നാമത്തെ കാര്യം, അതിന്റെ മുടിയൊക്കെ വീട്ടിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പൂച്ചയും പട്ടിയും ഒന്നും വളർത്താത്തത്. ഞങ്ങളിന്ന് ഓട്സ് ആണ് കഴിക്കുന്നത്. ഓട്സും ബ്ലൂബെറിയും കൂടി ഇട്ടിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലൂബെറിയും കൂടി ഇട്ടിട്ടുള്ള ഓട്സ് മീലാണ് കഴിക്കുന്നെന്നുണ്ടെങ്കിൽ കിഡ്നിയിലെ GFRന്റെ ലെവല് കൂടുമെന്നാണ് പറയുന്നത് അത്രേ. അപ്പൊ ഹസ്ബൻഡിന് ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഓട്സ് വെറുതെ ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിരുന്നു, ഇതുപോലെ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഓട്സ് ഒന്നുകിൽ കുക്ക് ചെയ്യാതെ കഴിക്കണം, ഇല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 2 മിനിറ്റിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ആ ഒരു കമന്റ് കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങളിങ്ങനെ കൂടുതലും സ്മൂത്തി ആയിട്ടാണ് കുടിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ പാലൊന്നും ഒഴിക്കാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട്
അങ്ങനെ കുടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ദേ വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെപ്റ്റോന്നാണ് വെജിറ്റബിൾസ് ഓർഡർ ചെയ്തത് കേട്ടോ. രാവിലെ മാർക്കറ്റിൽ പോയെങ്കിലും ഒന്നും തന്നെ മേടിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ദേ നമ്മളിത് സെപ്റ്റോന്ന് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ വീക്കെൻഡിലാണ് ഇതുപോലെ കൂടുതലും വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച് വെക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം മീൽ പ്രിപ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീക്കെൻഡിലാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ ഞാൻ കൈയോടെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയ കാരണം കൊണ്ട് തന്നെ ആമിക്ക് എക്സാം നടക്കുന്നൊരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആമി ഒന്ന് പഠിപ്പിക്കണം എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതുകൊണ്ട് നേരത്തെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് വന്നിട്ടുള്ള കമൻറ്റ്സ് ഞാൻ വായിക്കാം. അതിൽ ഹായ് റിക്വസ്റ്റ് ഒരുപാട് പേര് അയച്ചിരുന്നു കേട്ടോ. ഷിജി, ഷിബു, ഷിമ രമേശ്, വിനീത വി, പിന്നെ നാസിയ, പിന്നെ ആദർശ് മോം എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ചാനൽ ഈ അടുത്താണ് കണ്ടത്, ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൽമാ ഷെരീഫ്, സബിത മണികണ്ഠൻ പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടറ്റോ ഇത് ഫ്രൈ ചെയ്യുമല്ലോ, പൊട്ടറ്റോ മെഴുക്ക് വരട്ടി, അപ്പം അതിലിടുന്ന മസാല ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് ചോദിച്ചത്, ഈ സബിത മണികണ്ഠൻ എന്ന് പറയുന്നവരാണ് ചോദിച്ചത്. അപ്പം ഞാൻ റിപ്ലൈയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആച്ചിയുടെ കുഴമ്പ് മുളക് പൊടി എന്ന് പറയും. നമുക്കിവിടെ ചെന്നൈയിൽ എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ കറികൾക്കും നമ്മൾ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും പകരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. കുഴമ്പ് മുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ പൊട്ടറ്റോ ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് ഓൺലൈനും ഒക്കെ കിട്ടുന്നുണ്ട്, ആമസോണിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുതുതായിട്ട് വന്നവർക്ക് ചിലപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് റെസിപ്പി ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് കൊണ്ട് അറിയത്തില്ലായിരിക്കുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ സീത കെ, ജെയ്സി മോൾ സാം എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹായ് തരാമോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ മൈ വേ ഓഫ് ഡിവൈൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ ഇടയ്ക്കായിട്ട് എപ്പോഴും കമന്റ് ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഇൻഷോട്ടിലാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോഷിനി, പിന്നെ ജസീന ഉമ്മർ, വിജയലക്ഷ്മി എന്ന് പറയുന്ന പുള്ളിക്കാരി എൻ്റെ നാട്ടുകാരിയാണ്, തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തിലുള്ള ഒത്തിരി പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് റീസെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. പിന്നെ ലക്ഷ്മി ജി, അവർ ചോദിച്ചിരുന്നത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഡെക്കോർ ഐറ്റംസ് ഒക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ കൂടുതലായിട്ടും നമ്മുടെ ശരവണ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ പണ്ടൊക്കെ ആണെങ്കിലും ഞാൻ മീഷോയിൽ നിന്ന് ഇതുപോലെ ഒത്തിരി ഡെക്കോർ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മേടിക്കാറില്ല, ഞാൻ ഡയറക്റ്റായിട്ട് കടയിൽ പോയിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി എടുക്കാമല്ലോ. ഞാൻ അങ്ങനെ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഒന്നും മേടിച്ച് വെക്കാറൊന്നും ഇല്ല വീട്ടിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ള 1-2 ഗിഫ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ ഫ്രണ്ട് അഞ്ചു എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എമ്മി ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. അപ്പോൾ ഹായ്. ആശ ജോൺ എന്ന് പറഞ്ഞിട്ടൊരു ആള് കമന്റ് ഇട്ടിരുന്നു, മണി മാനേജ്മെന്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന്. ഞാൻ ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കമന്റിൽ റിപ്ലൈ തന്നിരുന്നു. ഈ പറഞ്ഞ എല്ലാവരുടെയും കമന്റ്സിന് ഞാൻ റിപ്ലൈ തന്നിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും വീഡിയോയിൽ എടുത്ത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കമന്റ് വായിച്ചിട്ടില്ലെങ്കിലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഒന്നും കൂടി മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മണി മാനേജ്മെന്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് TC ഹോം മേക്കിംഗ് ബൈ ആതിര എന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണോ വേണ്ടത്, ഇപ്പോൾ മണി മാനേജ്മെന്റ് ആണെങ്കിൽ സ്പേസ് ഇട്ടിട്ട് മണി മാനേജ്മെന്റ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അകത്തേക്ക് പോയിട്ട് നോക്കിയാൽ മതി. കാരണം 100-300ഓളം വീഡിയോസ് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്കും അത് കണ്ടുപിടിച്ചെടുത്ത് തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് കമന്റിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കമന്റ് റിപ്ലൈ കാണാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ തുളസി തീർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് വന്നിരുന്നു, പൂജ ഐറ്റംസ് എന്തൊക്കെയാണ് പൂജാ റൂമിൽ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഇതും ഞാൻ ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇനി വരുന്ന ഏതെങ്കിലും ഒരു വ്ലോഗിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമേ. പിന്നെ അതുപോലെ തന്നെ രജീഷ ആർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഡോഗ്സിനെ പേടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കിങ്ങനെ ഫുഡ് കൊടുത്താൽ മതി, അപ്പോൾ അവർ ഇണങ്ങിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ പരിചയമില്ലാത്ത ഡോഗ്സ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനും കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് ഇവിടെ ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു ദിവസം നമ്മളുടെ അടുത്ത് ഇല്ലെങ്കിൽ ബാക്കിയുള്ള തെരുവ് നായ്ക്കളാണ് ഇത് ഒരുപാട് ശല്യമുള്ളത്. അപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വരുന്ന
നായ്ക്കളൊക്കെ പിന്നെയും ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഫുഡ് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള 1-2 നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പരിചയമുള്ള നായ്ക്കളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ദിവസം ഫുഡ് ഇല്ലെങ്കിലും ഇല്ലയെന്ന് പറഞ്ഞാൽ അവരങ്ങ് പൊയ്ക്കോളുമെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചെന്നൈയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, ഓരോ ദിവസവും ഓരോ നായ്ക്കളാണ് കേട്ടോ. എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. കുറേ ബറ്റാലിയനായിട്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ പേപ്പർ മാജിക് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് റീസെന്റ് ആയിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹായ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ലോങ് കമന്റ് ആണ് അറിയിച്ചിരുന്നത്, നമ്മുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് മോട്ടിവേഷൻ തരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നൈമ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് കമന്റ് വന്നിരുന്നത്, ഹെൽത്ത് മിക്സ് മോൾക്ക് കൊടുക്കാമോ എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആമിക്ക് ഞാൻ അത് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ആമിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ബൂസ്റ്റാണ് കൊടുക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരു പൊടികളും ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇവരുടെ മോൾക്കും ഇതുപോലെ ആമിയെ പോലെ വീസിങ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ആമിക്ക് ഒരു 6 മാസം ഉള്ളപ്പോഴേ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നാട്ടിലെ ഡോക്ടറാണ് പറഞ്ഞത്, വീസിങ് ഉള്ള കാരണം കൊണ്ട് പുറത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള പൗഡറുകളും മോൾക്ക് കൊടുക്കരുത്, ഫീഡിങ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ പാല് പോലും, പശുവിൻ്റെ പാല് പോലും കൊടുക്കരുതെന്നൊക്കെയാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമിക്ക് അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ഒരു സംഭവങ്ങൾ ഞാൻ കൊടുക്കാറില്ല. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് അവൾക്ക് 7 വയസ്സായതിന് ശേഷമാണ് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് ബൂസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അതും കുറച്ച് ദിവസമേ കൊടുത്തുള്ളൂ, 1.5 വെട്ടാണ് കൊടുത്തത്. ഡെയിലി ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ആമിക്ക് പെട്ടെന്ന് ഇങ്ങനെ കഫം കെട്ടും, അങ്ങനെ പെട്ടെന്ന് തന്നെ വീസിങ് ഉണ്ടാവും. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും ഉണ്ടാവും. ഈ വീസിങ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ കുറേ ആഹാരത്തിലൊക്കെ ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരും. ആമിക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുപ്പ് തട്ടിയാലും, അതുപോലെ തന്നെ ഇതുപോലെ പാൽ ഉൽപ്പന്നങ്ങളോ ചോക്ലേറ്റോ ഐസ്ക്രീമോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കോൾഡും പനിയൊക്കെ വരുന്ന ഒരു ഇതാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ നിന്ന് കിട്ടിയതാണെന്നാണ് തോന്നുന്നത്. എനിക്കും ചെറുതിലേക്ക് ഞാൻ ഒരുപാട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളതാണ്, ന്യൂമോണിയൊക്കെ ബാധിച്ച് ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടുള്ളതാണെന്ന് അമ്മയും അച്ഛനൊക്കെ എപ്പോഴും പറയുന്ന കേൾക്കാം. അപ്പോൾ എൻ്റെ ഒരു ശരീരപ്രകൃതിയാണ് ആമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് കമൻസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നല്ല സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ വീഡിയോയിൽ ആരും കമൻറ്റ് ഇടുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ആ വിഷമമൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കുന്നതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളിലായിട്ട് വന്നിട്ടുള്ള കമൻറ്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടാണ് വായിച്ചത്. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ഫാനായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനും നിങ്ങളെപ്പോലെ ഒരു ആള് തന്നെയാണ്, അങ്ങനെയൊന്നും പറയുകയൊന്നും വേണ്ട. അത്രത്തോളം ഒന്നും ഭയങ്കരമായിട്ടുള്ളൊരു ഇതൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വേറൊന്നും കൊണ്ടല്ല, മോശമായിട്ടുള്ള രീതിയിലല്ല പറഞ്ഞത്. കാരണം നമുക്ക് എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കാം. ഞാനൊരു 25 മിനിറ്റുള്ള വീഡിയോയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങൾക്ക് അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്കത് വിഷമമായോ എന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു, അമല ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നത്, ചേച്ചി കുഞ്ഞു മക്കൾക്കുള്ള ഹൗസ് വൈഫായ അമ്മമാർക്കുള്ള മോട്ടിവേഷൻ നൽകുന്ന വീഡിയോ ചെയ്യാമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് പറ്റുന്ന ഒരു റുട്ടീനെ പറ്റിയിട്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നേ ആണ് കേട്ടോ ചെയ്ത്. കുറച്ച് ബാക്കിലോട്ട് പോയി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് റുട്ടീൻ വീഡിയോ ആണോ മോട്ടിവേഷൻ ആണോ എന്ന് അറിയത്തില്ല. എന്ത് തന്നെ ആണെങ്കിലും ഓൾറെഡി നമ്മുടെ ചാനലിൽ റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. പിന്നെ ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് എനിക്കും ഉപകാരമാവും, നമ്മുടെ ഈ ചാനലിൽ കാണുന്ന ഓരോരുത്തർക്കും ആ കമൻസ് വായിക്കുമ്പോൾ ഉപകാരമാവും കേട്ടോ. അതുകൊണ്ടാണ് കമൻസ് അറിയിക്കാനായിട്ട് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും മോളുമാണ് ഉള്ളത്. പിന്നെ അച്ഛനും അനിയനും ഒക്കെ ഉണ്ടെങ്കിലും ആമി ചെറുതായിരുന്ന സമയത്ത് ഇവരെല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആമിയെ ഒരു 7 മാസം തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ കിച്ചണിൽ പണികളെല്ലാം തീർത്ത് വെക്കും. രാവിലെ തന്നെ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ അങ്ങനെ തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ് ചോറും കറികളും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ ആമി ഉറങ്ങുന്ന സമയമാണ്, അപ്പോൾ വലിയ കുഴപ്പം കാണത്തില്ല. ചില ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് കരയും. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ഇവിടെ എല്ലാവരും നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവരൊരു ദിവസം പുറത്തുനിന്ന് കഴിക്കും, ഇല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ചോറോ കറിയോ എന്തെങ്കിലും വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തലേ ദിവസമേ തന്നെ ഞാൻ മാക്സിമം എല്ലാ പ്രിപ്സും അന്നേ ചെയ്ത് വെക്കുമായിരുന്നു. രാത്രി ആകുമ്പോഴേ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കും. ചിലപ്പോൾ കറികളൊക്കെ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. അന്നൊക്കെ അങ്ങനെ പറ്റത്തുള്ളായിരുന്നു. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇവള് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി തരാനായിട്ട് പറയും. കാരണം ഇവൾ ആരെടുത്തും പോകത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നത്. ചെറിയ പ്രായത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആമിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വീസിങ്ങും വരുന്നത് കൊണ്ട് അവളെ നോക്കി വീട്ടുജോലികളും ചെയ്ത് എല്ലാം കൂടി ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ കുട്ടികൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ ആയിരിക്കും. കാരണം അവർക്ക് എപ്പോഴും നമ്മുടെ ഒരു സാന്നിധ്യം വേണം. അമ്മമാര് തന്നെ കൂടെ വേണം. അച്ഛന്മാര് എത്ര നോക്കിയെന്ന് പറഞ്ഞാലും അവർക്കത് ഒട്ടും കംഫർട്ട് ആയിരിക്കത്തില്ല. എത്രയോ ദിവസം രാത്രികളിൽ ആമി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഹസ്ബൻഡും എന്നോടൊപ്പം ഉണർന്നിരിക്കും കേട്ടോ. ജോലി ഉണ്ടെങ്കിലും ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് എത്രയോ ദിവസം ഉറക്കമൊഴിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവള് എൻ്റെ അടുത്തുനിന്ന് മാറത്തേ ഇല്ല. അപ്പോൾ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചാരി കിടന്നാണ് ഉറങ്ങുന്നത്, ഈ വീസിങ് ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഉറക്കമൊഴിഞ്ഞിരുന്നാലും പ്രയോജനമില്ല. ഞാൻ ഉറങ്ങാൻ പറഞ്ഞാലും പുള്ളി എന്നോടൊപ്പം ഇരിക്കും. അതുകൊണ്ട് തന്നെ ഒരമ്മയുടെ ബുദ്ധിമുട്ട് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അവൾ നല്ലപോലെ ഉറങ്ങുകയും ചെയ്യും. എന്നാൽ എനിക്കാണെങ്കിൽ ഉറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ അങ്ങനെ എന്നോട് ഉറങ്ങരുതെന്നും പറഞ്ഞ് അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ജോലികൾ ചെയ്താൽ മതി എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ അവരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെല്ലാം എല്ലാവരും ചെയ്തു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്ന് കരുതി നിങ്ങളുടെ സാഹചര്യം അതായിരിക്കണമെന്നില്ല. കൂടെ ഉള്ളവരും കൂടി നമുക്ക് നല്ലൊരു ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളൊരു മെയ്ഡിനെ വെക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ വീട്ടിലെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുക്ക് ചെയ്ത് തരാനും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാനും മക്കളൊന്ന് വളർന്ന് വലുതാവുന്ന വരത്തേക്കും ഒരു മെയ്ഡിനെ വെക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻലോസിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊന്നും എപ്പോഴും വന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് ജോലിക്കൊക്കെ പോവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇൻലോസ് എല്ലാ വീട്ടിലും എല്ലാവരും അങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരണമെന്നൊന്നും ഇല്ല. എനിക്കിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിലും ആമി എൻ്റെ അടുത്തുനിന്ന് മാറാത്തൊരവസ്ഥയാണ്. അപ്പോൾ ചില കുട്ടികൾ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് വാശിയും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്വഭാവം നമ്മൾ ഫസ്റ്റ് പഠിക്കുക. അവരുടെ റുട്ടീൻ അനുസരിച്ച് വേണം നമ്മളുടെ റുട്ടീനിൽ ചേഞ്ച് വരുത്താനായിട്ട്. കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നമ്മളതിന് എത്രയൊക്കെ ശ്രമിച്ചാലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മളുടെ റുട്ടീൻ ചേഞ്ച് ചെയ്യുക. അവരോടൊപ്പം മാക്സിമം കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കുക. ചിലപ്പോൾ പാതിരാത്രി ആമിയൊക്കെ ആണെങ്കിൽ രാത്രി ഒട്ടും ഉറങ്ങത്തേ ഇല്ലായിരുന്നു കേട്ടോ. 2 മണി 3 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അവളൊരു LKG ഒക്കെ ആവുന്ന സമയത്തൊക്കെയാണ് ഇതുപോലെ രാവിലെ ഇങ്ങനെ കറക്റ്റ് സമയത്ത് എഴുന്നേക്കാനും ഉറങ്ങാനും ഒക്കെ കറക്റ്റ് ഒരു ടൈം വന്ന് തുടങ്ങിയത്. അതുവരേക്കും എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ ആയിരുന്നു. പക്ഷേ എന്നാലും ഒരുപാട് അങ്ങനെ നമ്മൾ ഉറക്കം ഇങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പകലുള്ള സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, കുട്ടികൾ രാത്രി ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ആഹാരമൊക്കെ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. 1-2 ദിവസമൊക്കെ പുറത്തുനിന്ന് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ജോലിക്ക് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫീഡിങ് ഒക്കെ ചെയ്യുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉള്ളൊരു സ്റ്റേജ് ആണല്ലേ. അപ്പം മാനസികമായിട്ടും നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലായിരിക്കും. നമുക്ക് ചുറ്റും ഉള്ള ആളുകൾ നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് കരച്ചിലൊക്കെ വരുമല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു കേട്ടോ. ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം വരേക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അത് സ്വാഭാവികമാണ്, എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ ഒരു ഡെലിവറിക്ക് മുന്നേ വരെ നമ്മൾ ഓടിച്ചാടി നടന്നിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ആണ് കേട്ടോ. പക്ഷെ അതൊന്നും എല്ലാവരും എല്ലാ കുടുംബത്തിലും മനസ്സിലാക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മളോട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറയുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക. മക്കൾക്ക് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മാക്സിമം പോസിറ്റീവായിട്ട് ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കൂടെയുള്ളവർ എത്ര നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അവരുടെ ഓരോ മൈൽ സ്റ്റോണും നമ്മൾ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ കളിയും ചിരിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളും കൂടി ആസ്വദിക്കാനായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് ആ ഒരു സ്റ്റേജിൽ പറ്റത്തില്ല എന്നറിയാം, പക്ഷേ എന്നാലും മാക്സിമം നമ്മൾ അതിന് ട്രൈ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ മെൻ്റലി നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഓരോ ഇമോഷൻസും ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അതാണ് ഭാവിയിൽ കുഞ്ഞ് വലുതാകുമ്പോഴത്തേക്കും കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഒത്തിരി. പക്ഷേ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ചുറ്റുപാട് നമ്മളെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്നു പോവുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ എനിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവൻ്റെ സന്തോഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവനവൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളൊന്ന് വലുതാവുന്നത് വരെ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് കാണത്തുള്ളൂ കേട്ടോ. അവരൊന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് ആഗ്രഹിച്ചാൽ പോലും അവരെ നമുക്ക് കിട്ടാത്തൊരവസ്ഥയായിരിക്കും. കാരണം പഠിത്തവും മറ്റു കാര്യങ്ങളുമായിട്ട് അവരങ്ങ് ബിസിയാണ്. പിന്നെ നമുക്ക് ഒത്തിരി സമയം ഉള്ളതുപോലെയും അവരോടൊപ്പം കുറച്ച് സമയമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമ്മുടെ ചാനലിൽ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മദർഹുഡിൽ നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തതെന്നും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളത് നേരിട്ടതെന്നും ഓരോരുത്തരും കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആമിയെ ഞാൻ എക്സാമിന് വേണ്ടിയിട്ടൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം പഠിച്ചതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് റൂമിലൊക്കെ ഇവിടെ വന്നിരുന്ന് മഴയൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചു കേട്ടോ. പെട്ടെന്നാണ് മഴ പെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴ പെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു മൂഡ് സ്വിങ് ആണ്, വല്ലാതൊരു വിഷമവും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ മഴ എന്നെ വലുതായിട്ടൊന്നും ബാധിക്കുന്നില്ല. അതെന്തെങ്കിലും എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു എന്നെപ്പോലെ തന്നെ തോന്നാറുണ്ടെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ഞാനും ആമിയും കുറച്ച് നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊന്നും പോയിട്ടൊന്നും ഇല്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ ആമിക്ക് നേരത്തെ കൂട്ടി തന്നെ ഞാൻ റിവിഷൻ ചെയ്ത് വെക്കാറുണ്ട്. ഓരോ സബ്ജക്റ്റും ഡെയിലി അന്നോടെന്നുള്ളത് പഠിപ്പിച്ചെടുക്കാറുണ്ട്. അവളും അവളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം പഠിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരുപാട് ഫോഴ്സ് ചെയ്യത്തൊന്നും ഇല്ല ഞാൻ അവളെ. ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ LKG മുതലേ ഇവർക്ക് റിട്ടേൺ എക്സാം ആയിരുന്നു കേട്ടോ. ഇവർക്ക് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബുക്കിൽ എഴുതി ഇട്ട് കൊടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കൊച്ചിലേ തൊട്ടേ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് മിഡ് ടേം എക്സാം ആണ് നടക്കുന്നത്. 20 മാർക്സിൻ്റെ എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ട്രൂ ഓർ ഫാൾസ് അങ്ങനത്തെയൊക്കെയാണ്. കുറച്ച് ഈസിയാണ്, എന്നാലും നമ്മൾ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.